കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലത്തുതാഴത്ത് റോഡ് ഉപരോധിച്ചു. കൂത്താട്ടുകുളം പാലാ റോഡിൽ മംഗലത്തുതാഴം കവലയ്ക്ക് സമീപത്തെ കലുങ്ക് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധ സമരം നടന്നത്. ഉപരോധ സമരം പിറവം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലാ റോഡ് നമുക്കറിയാം, മംഗലത്തുതാഴം മുതൽ രാമപുരം ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഈ പാലാ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഈ മംഗലത്തുതാഴം ഭാഗം മുതലുള്ള രാമപുരം ജംഗ്ഷൻ വരെയുള്ള ഈ റോഡിന്റെ ഭാഗം കഴിഞ്ഞ 1.5 വർഷം പോലുമായിട്ടില്ല. ഈ റോഡ് 1.25 കോടി രൂപ മുടക്കി ഇത് BMBC നിലവാരത്തിൽ ടാർ ചെയ്തിട്ട് ആ റോഡിന്റെ ശോചനീയാവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇത് ഉദ്ഘാടനം ചെയ്ത് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയും ഈ റോഡിന്റെ നിർമ്മാണത്തിലുള്ള അപാകതയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നഗരസഭയുടെ കൗൺസിലർമാര്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പരാതിയായിട്ട് കൊടുക്കുകയും ആ പരാതിക്ക് വേണ്ട പരിഹാരം കാണാതെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡിന്റെ ഉപരിതലം മുഴുവൻ ഇളകിപ്പോകുന്ന ഒരവസ്ഥ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു. ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ കവലയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റിയാസുമൊക്കെ ഉദ്ഘാടനം ചെയ്ത റോഡ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് തകർന്ന് തരിപ്പണമായി തുടങ്ങി. അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് അഴിമതിക്കുപരി അഴിമതി നടന്നിട്ടില്ല എന്നല്ല, അഴിമതി നടന്നിട്ടുണ്ട്. ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ റോഡ് പണി പൂർത്തീകരിച്ചതിന്റെ പരിണത ഫലമാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ റീലെടുക്കുന്ന മന്ത്രിക്ക് എങ്ങനെയെങ്കിലും പണി തീർത്ത് ഫോട്ടോ എടുക്കുക, ഉദ്ഘാടനം നടത്തുക, റീലെടുക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഈ റോഡെന്നല്ല, ഈ കേരളത്തിലെ സർവ്വ റോഡുകളുടെയും അവസ്ഥ. നമ്മൾക്കറിയാം, ഈ മഴ തുടങ്ങിയപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എത്രയെത്ര റോഡുകളാണ് ഇടിഞ്ഞു താന്നത്, എത്രയെത്ര പാലങ്ങളാണ്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ ഒരു പാലം ഇടിഞ്ഞു വീണ് 2 കൂലിപ്പണിക്കാർ മരിച്ച വിവരം നിങ്ങൾക്കറിയാം. കേരളത്തില് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, ഈ ഒരു ചെറിയ സ്പാൻ, ഇത് കൾവട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു സ്ലാബ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതുപോലും ഭംഗിയായിട്ട് പണി തീർത്ത് ജനങ്ങൾക്ക് സ്വത്തിനും ജനങ്ങളുടെ സ്വൈര്യ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഗവൺമെന്റാണ്, ഒരു പൊതുമരാമത്താണ് ഈ കേരളം ഭരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ റോഡ്, പാലാ റോഡ്. സ്റ്റേറ്റ് ഹൈവേ എന്ന പ്രാധാന്യം മാത്രമല്ല, ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാത കൂടിയാണ് ഈ റോഡ്. ഈ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് നടന്നപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെ ഒരു 10ഓളം സമരങ്ങൾ ഈ 1.5 കിലോമീറ്റർ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം ഞാനും ബോബനും തങ്കച്ചനും അടക്കമുള്ള കൗൺസിലർമാർ അതിൻ്റെ പ്രവൃത്തികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ പണി തടസ്സപ്പെടുത്തിക്കൊണ്ട് അധികാരികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഈ റോഡിന്റെ ഇരുവശങ്ങളിലും പെടുന്ന കൗൺസിലർമാരിൽ LDFന്റെ കൗൺസിലർമാർ മാത്രം ഒരിക്കലും ഈ റോഡിന്റെ നിർമ്മാണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച ജനങ്ങളോടൊപ്പം നിന്നിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ദിവസവും യാത്ര ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനം ചെയ്യുന്ന ഈ കൂത്താട്ടുകുളം രാമപുരം റോഡിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ പിറവ MLA ശ്രീ അനൂപ് ജേക്കബ് 2 കോടി രൂപയോളം ഈ റോഡിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് ഇവിടെ ചെലവഴിക്കുകയുണ്ടായി. നമുക്കറിയാം, 2 വർഷം മുമ്പ് ഈ റോഡ് BMBC ലെവലിൽ മാറ്റിയതിന് മുമ്പ് പോലും ഇവിടെ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള, ഇത്രയും കുഴിയില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത റോഡുണ്ടായിരുന്നു. ആക്ഷേപങ്ങള് UDFന്റെ കൗൺസിലർമാര് പല പ്രാവശ്യം, പ്രത്യേകിച്ച് മോഹൻ വർഗീസ് പല പരാതികൾ കൊടുത്തിട്ട് പോലും ഒന്നിന് പോലും പരാതിയിന്മേൽ നടപടി ഉണ്ടാക്കുവാൻ ഈ PWD വകുപ്പിന് സാധിച്ചിട്ടില്ല.
ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനമാണ്. ആകപ്പാടെ നമ്മുടെ മുഹമ്മദ് റിയാസിന് ആകപ്പാടെ ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി റീൽസ് ആയിരുന്നു. ഇപ്പൊ ആ പുള്ളി റീൽസ് പരിപാടി നിർത്തി. എല്ലാ റോഡുകളും ദേശീയപാത തകർന്നടിഞ്ഞു. അതോടുകൂടി പുള്ളിയുടെ റീൽസിന്റെ പരിപാടി അവസാനിച്ചു. ഈ കൂത്താട്ടുകുളം പാല രാമപുരം റോഡ് ഒരു ചുരുങ്ങിയത് ഒരു 25 തവണയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത്. ഞാനും ആ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ പുതിയപ്പുറം റോഡിൽ ഇതുപോലെ തന്നെ പല പ്രാവശ്യം റോഡിങ്ങനെ ആയപ്പോൾ പല ആവശ്യങ്ങളിൽ ചെന്നപ്പോൾ പല ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് 10 രൂപ റോഡിൽ അനുവദിക്കുകയാണെങ്കിൽ 3 രൂപ മാത്രമേ റോഡിൽ മുടക്കാവുള്ളൂ. 3 രൂപ ഉദ്യോഗസ്ഥന്മാർക്കും 3 രൂപ കോൺട്രാക്ടർക്കും 1 രൂപ ഞങ്ങളുടെ ഭരണകക്ഷിയുടെ പാർട്ടി ഓഫീസിൽ എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോഡ് എങ്ങനെ നന്നാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. 1,20,00,000 രൂപ മുടക്കിൽ ഉദ്ദേശം 2 വർഷത്തോളം മുൻപാട് മംഗലത്താഴം മുതൽ രാമപുരം കവല വരെ BMBC നിലവാരത്തിൽ ടാർ ചെയ്ത ആ റോഡിലുണ്ടായ കൃത്യമായിട്ട് ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 8-ാം പൊക്കം പൊളിഞ്ഞ ഒരു റോഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള മോഡൽ എന്ന് പറയാം. ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഒരിടത്തും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 8-ാം ദിവസം ഈ റോഡ് പൊളിഞ്ഞു പോയി. ഇപ്പോ ഈ കലുങ്കിന്റെ നിർമ്മാണത്തില് ഞാൻ ചോദിച്ചിരുന്നു ഇവിടുത്തെ AEയോട്, ഇത് കട്ടി കുറവല്ലേ, കുറച്ചും കൂടെ കട്ടി കൂട്ടി ഇത് ടാർ ചെയ്യണ്ടേ, ഇത് കോൺക്രീറ്റ് ചെയ്യണ്ടേ? അപ്പൊ AE എന്നോട് പറഞ്ഞു അത് ഏറ്റവും നല്ല രീതിയിലാണ് ചെയ്യുന്നത്, കൗൺസിൽക്ക് അതിന് ടെക്നിക്കലായിട്ടുള്ള വശം അറിയാത്തതുകൊണ്ടാണ്, ഏറ്റവും നല്ല കലുങ്കാണിത്, ഒരു പ്രശ്നവുമില്ല, ഇത് കഴിയുമ്പോ വളരെ ബലവത്തായ ഒരു കലുങ്കായിരിക്കും ഇത് എന്ന് പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ, CA തങ്കച്ചൻ, PC ഭാസ്കരൻ, ബേബി തോമസ്, ബോബൻ വർഗീസ്, സിബി കൊട്ടാരം, ജോൺ എബ്രാഹാം, കോൺഗ്രസ് നേതാക്കളായ സജി പനയാരംപിള്ളി, KC ഷാജി, ജോമി മാത്യു, ജിജോ ടി ബേബി, വിശ്വനാഥൻ നായർ, KC ജോൺസൺ, MK ജോർജ്, കെൻ മാത്യു, അജി തോമസ്, ജിൻസ് പൈറ്റക്കുളം, ജോർജ് വന്നിലം, MU ബേബി, ജോമോൾ തോമസ്, അമൽ ജേക്കബ് മോഹൻ, സുമേഷ് ഗോപി, ജോബി ടി ജോൺ, NR പ്രകാശ്, ജോസഫ് പാനാമ്പുഴ, ജിനോ ജോൺ, KR ജയകുമാർ ഉൾപ്പെടെ മറ്റു പ്രവർത്തകരും പങ്കെടുത്തു. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം